ഇങ്ങനെ ജാതി തിരിച്ച് ആയി പോയത് പിന്നീട് മനുഷ്യനിർമ്മിതം മാത്രമാണ്. അല്ലാതെ ചാതുവർണ്ണയം ഒരിക്കലും ഒരിടത്തും ഒരു വേദത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ജാതി തിരിച്ച് വേണമെന്ന്. പിന്നെ വേറൊന്ന് ഞാൻ പറയാനുള്ളത്, സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയുണ്ടായി. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാമത്തെ പാഠത്തിൽ മാതൃദേവോഭവ എന്നുള്ള 1ാമത്തെ പാഠത്തിൽ വ്യക്തമായി അത് ചെയ്തിട്ടുണ്ട്. നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് അവൾക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതിനല്ല നമ്മൾ പ്രാധാന്യം കണ്ടത്. അവളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഷീ ഷുഡ് ബി ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ബൈ സമ്മൺ. അത് ബാല്യത്തില് പിതാവായിരിക്കും, കൗമാരത്തില് ഭർത്താവായിരിക്കും, വാർദ്ധക്യത്തിൽ പുത്രനായിരിക്കും. അവൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല അവൾക്ക് സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കുന്നില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ പറ്റി മറ്റ് പലതും, സ്ത്രീകളുടെ ഗുണഗണങ്ങൾ, കാമം, ക്രോധം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അവളുടെ ഗുണങ്ങളെ പറ്റി എല്ലാം പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു കാര്യം മാത്രം വിട്ടുപോയി സഹോദര. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള മഹത് വാക്യം മാത്രം പറയാൻ വിട്ടുപോയി. അത് വേണം ആദ്യം പറയാനായിട്ട്. അതാണ് ഏറ്റവും മഹത്തായ വചനം. അതാണ് ഭാരതീയ ചിന്താധാര ഇവിടെ നൽകിയിട്ടുള്ളതും. അത് മാത്രം പറയാതിരുന്നത് ഇത്തിരി സങ്കടമായിപ്പോയി. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്, ചാതുർവർണ്ണ്യം സത്യത്തിൽ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായതെന്ന്. ശരിയാണ്, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ചാതുർവർണ്ണ്യം ഉണ്ടായത്. ചാതുർവർണ്ണ്യം ഉണ്ടായത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഉണ്ടായത്. സ്വാഭാവികമായൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതായിരുന്നു. എന്നാൽ വേദസംഹിതകളിലും ഉപനിഷത്തുകളിലുമെല്ലാം ചാതുർവർണ്ണ്യം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ചന്ദഗ്യോപനിഷത്തിൽ നിന്ന് ഉദ്ധരിച്ച വചനം. 5ാം അധ്യായത്തിലെ 5ാം ഖണ്ഡത്തിലെ 10ാം അധ്യായത്തിലെ 7ാമത്തെ വചനം. എന്താ? ധർമ്മം ചെയ്തവർ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നാണ്. ഇവിടെ ജന്മത്തിന്റെ പേരിലാണോ ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക, ചർച്ച ചെയ്യുക, തീരുമാനിക്കുക. ഇത് നമ്മൾ പിൽക്കാലഘട്ടത്തിൽ ആണ് അതുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, പിൽക്കാലഘട്ടത്തിൽ ഇത് കൈകടത്തപ്പെട്ടതാണ്, എഴുതി ചേർക്കപ്പെട്ടതാണ്. സത്യമാണത്. അതെല്ലാം ദൈവികമാണ്, നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ രചനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സുഹൃത്ത് എത്ര നാര്യസ്തു പൂജന്തി എന്നുള്ള മനുസ്മൃതിയിലെ 5ാം അധ്യായത്തിലെ 156ാമത്തെ വചനം എടുത്തുദ്ധരിക്കുകയുണ്ടായി. 86ാമത്തെ വചനം, എത്ര നാര്യസ്തു പൂജന്തി രാമന്റെ എത്ര പൂജ്യത എന്ന് പറയുന്ന വചനം. എന്താണ്? നാരിയെ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതകൾ പ്രസാദിക്കുന്നത് എന്നർത്ഥം. ഈ വചനം മനുസ്മൃതിയിലുണ്ട്. പക്ഷേ മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് കേരള പാഠാവലിയിലെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിൽ നിന്നല്ല. മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് മനുസ്മൃതിയിൽ നിന്നാണ്. ഇവിടെ ഉദ്ധരിച്ചല്ലോ 9ാം അധ്യായത്തിലെ 3ാമത്തെ വചനം, സ്ത്രീ സ്വതന്ത്രം അർഹതി. അത് മാത്രമല്ല മനുസ്മൃതിയിലുള്ളത്, അതിൻ്റെ നേരെ മുമ്പുള്ള വചനം ഇവിടെ ഉദ്ധരിച്ചു. 9ാം അധ്യായത്തിലെ 2ാമത്തെ വചനം, അസ്വതന്ത്ര സ്ത്രീയ കാര്യസ്ഥ എന്ന് തുടങ്ങുന്ന വചനം അത് ഉദ്ധരിച്ചല്ലോ. എന്താ പറയുന്നത്? മനുസ്മൃതി വായിച്ചു നോക്കുക, പരിഭാഷ ഉണ്ടല്ലോ. മലയാളത്തിൽ മനുസ്മൃതി പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ്? സ്ത്രീക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. സ്ത്രീക്ക് ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്തിനാണ് അത് ഏറ്റുപിടിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരെ. അത് പിൽക്കാലഘട്ടത്തിലെ യഥാർത്ഥത്തിൽ ദൈവികമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലല്ല. പിന്നീട് സ്വാഭാവികമായും പുരുഷാധിപത്യ വ്യവസ്ഥിതി കടന്നു വരുമ്പോൾ ഈ രൂപത്തിലുള്ള വചനങ്ങൾ കടന്നു വരികയാണ്. ഇനി എന്താണ് നാരി പൂജിക്കപ്പെടുന്നത്? നേരത്തെ ദേവീ സങ്കല്പത്തെക്കുറിച്ചും സഹോദരൻ ഡോക്ടർ ഇവിടെ പറഞ്ഞിരുന്നു. ദേവീ സങ്കല്പം ദേവിയായി അംഗീകരിക്കുന്നവരാണ് എന്ന്. സത്യത്തിൽ ദേവീ സങ്കല്പം എന്താണ് ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ എന്താണ്? ദേവി, നിങ്ങൾ നോക്കുക, സതി സമ്പ്രദായം എന്താണ് ഇന്ത്യയിൽ? ആരും അഭിപ്രായപ്പെടില്ല സ്ത്രീ വിമോചനത്തിന്റെ ഒരു മാർഗമാണ് സതി എന്ന്.
അല്ലേ? ഒരാള് ഭർത്താവ് മരിച്ചാൽ അയാളുടെ ചിതയിൽ ഭാര്യ ചാടിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് സതി എന്ന് പറയുക. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നോ? സ്ത്രീക്ക് വിമോചനം നൽകിയ ഒരു ജീവിത രീതിയായിരുന്നോ? അല്ല. പക്ഷേ സതി ചെയ്ത സ്ത്രീ സതീദേവിയായിരുന്നു. സതി ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ അറിയപ്പെടുക സതീദേവിയായിട്ടാണ്. അവൾ ആരാധിക്കപ്പെടുന്നു, അവൾ ദേവിയായി പൂജിക്കപ്പെടുന്നു. അല്ലേ? രൂപ് കൻവാർ സതീദേവിയാണ്. അപ്പൊ ദേവിയാകുന്നതിന്റെ മാനദണ്ഡം വിമോചനമല്ല, മറിച്ച് എന്താണ്? ഇവിടെ എത്ര നാര്യസ്തു പൂജന്തേ എന്ന വചനം വായിച്ചല്ലോ. ആ വചനം മുതൽ ഒരു 12 വചനങ്ങൾ സുഹൃത്തൊന്ന് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്താണ് നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയതെന്ന് മനസ്സിലായിക്കോളും. എന്താ നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട്? മനുസ്മൃതി, ഞാൻ പറയുന്നത് ഇന്ത്യയിലേക്കുള്ള വൈദിക ദർശനമല്ല. മനുസ്മൃതിക്ക് അതിൻ്റെതായ ഒരു പുരുഷാധിപത്യ സ്വഭാവമുണ്ടെന്ന് അംഗീകരിച്ചാൽ, അത് അക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. അതിന് നമ്മളെന്തിനാ ഇന്ത്യയിലേക്ക് വന്ന വിശുദ്ധ പുരുഷന്മാരെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്? അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ല മനുസ്മൃതിക്ക് വേണ്ടി. മനുസ്മൃതിക്ക് അതിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അത് സൃഷ്ടിച്ച ഒരു പുരുഷാധിപത്യ വ്യവസ്ഥിതിയുണ്ട്. അത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലിങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി. എന്താ മനു പറയുന്നത്? എങ്ങനെ പൂജിക്കണം? പൂജിക്കേണ്ടത് അവൾക്ക് ഭക്ഷണം കൊടുക്കണം. എന്തിനാണെന്നും പറയുന്നുണ്ട്. ഭക്ഷണം കൊടുത്താലേ അവളുടെ ശരീരം പുഷ്ടിയുള്ളതാകൂ, അപ്പോഴേ പുരുഷൻ അവളിൽ അനുരക്തനാവുകയുള്ളൂ. പിന്നെ എന്താ കൊടുക്കേണ്ടത്? അവൾക്ക് നല്ല വസ്ത്രവും അതേപോലെ തന്നെ ആഭരണങ്ങളും കൊടുക്കണം. എന്തിനാ? എങ്കിലേ പുരുഷൻ അവളിൽ ആകൃഷ്ടനാവുകയുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വായിച്ചു നോക്കുക. എങ്കിലേ പുരുഷൻ അവളിൽ ആകൃഷ്ടനാവുകയുള്ളൂ. പുരുഷൻ അവളിൽ ആകൃഷ്ടനാകാഞ്ഞാൽ പുരുഷൻ പരസ്ത്രീ ഗമനം നടത്തും, അപ്പോൾ കുലം മുടിഞ്ഞു പോകും. അതുകൊണ്ട് സ്ത്രീയെ പൂജിക്കണം. എങ്ങനെ പൂജിക്കേണ്ടത്? പുരുഷന് ഒരു ലൈംഗിക യന്ത്രമാക്കുന്ന രീതിയിൽ സ്ത്രീയെ പൂജിക്കണം, അത്രയേ ഉള്ളൂ. ഒരു ലൈംഗിക യന്ത്രമാക്കുന്ന രീതിയിൽ സ്ത്രീയെ പൂജിക്കണം എന്ന് മനുസ്മൃതി പഠിപ്പിക്കുന്നുള്ളൂ, ആ മനുസ്മൃതിയിലെ വചനങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. എന്നാൽ സ്ത്രീയെ ഉന്നതയായി കാണുന്ന സമ്പ്രദായം ഋഗ്വേദ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് ദൈവിക മാർഗദർശനത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ സർവേഷാം ദോഷരത്നാനാം സുസമുദ്ഗികയാനയ, സർവദോഷരത്നങ്ങളുടെ പേടകം എന്നാ പറഞ്ഞത് യാജ്ഞവൽക്യോപനിഷത്ത്. ചെറിയ കാര്യമില്ല. അതേപോലെ തന്നെ സ്ത്രീ പാപയോനിയിൽ ജനിച്ചവളാണ് എന്നാ പറഞ്ഞത് ആര്? ഭഗവത്ഗീത. ഇതെന്താ? മനുഷ്യരുടെ കൈകടത്തലുകൾ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. അതുകൊണ്ട് കൃത്യമായ മാർഗദർശനം, ദൈവികം എന്ന് ഉറപ്പുള്ളിടത്തെ സ്ത്രീക്കും പുരുഷനും കൃത്യമായ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ മാർഗദർശനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പരിശുദ്ധ ഖുർആനിലെ മാർഗദർശനം എക്കാലഘട്ടത്തിലെയും സ്ത്രീക്കും പുരുഷനും സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാണ് സൂചിപ്പിച്ചത്. സഹോദരൻ പറഞ്ഞൊരു കാര്യം, മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ രക്ഷന്തി സ്ഥവിര പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതേ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനുമാണ് സ്ത്രീയെ നോക്കേണ്ടത്. സ്ത്രീകൾ ഒരു കാലത്തും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതാണ് ഈ 9-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ചോദ്യകർത്താവ് നൽകിയൊരു നിർവചനം പലരും നൽകാറുണ്ട്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണമെന്നതാണ്. എന്നാൽ ഈ മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകവും ഞാൻ വായിച്ചു. അസ്വതന്ത്ര്യ സ്ത്രീയ കാര്യ പുരുഷൈർ സ്വൈർ ദിവാനിഷം വിഷയേഷു ച സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോവശേ. രൂപരസാദി വിഷയങ്ങളിൽ ആസക്തികളാണ് സ്ത്രീകൾ. അതുകൊണ്ട് പുരുഷന്മാർ രാവും പകലും അവരെ അവരുടെ അധീനതയിൽ നിർത്തണം. ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതാണ്. നേരത്തെ ചോദ്യകർത്താവ്, അതായത് അക്ബർ ഇവിടെ മറുപടി നൽകിയപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്, അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ താഴ്ന്നാണ് ഹൈന്ദവ സ്മൃതികൾ കാണുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത്. ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ഏതെങ്കിലും സഹോദരൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേദനിപ്പിക്കുവാൻ പറയുന്നതല്ല.
ഈ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരോടും എനിക്കൊന്ന് പറയുവാനുണ്ട്. ഇത്തരത്തിലൊരു വേദി ഇതുപോലൊരു ക്യാമ്പസിൽ ഒരുക്കുവാനും ഇത്രമാത്രം സഹിഷ്ണുതയോടുകൂടി ഇതര മതങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇരിക്കുവാനും കേൾക്കുവാനും സാധിച്ചത് ഈ ക്യാമ്പസിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഒരു ഹൈന്ദവ സന്യാസിയെ ഒരു പണ്ഡിതനെയോ അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു പള്ളി വികാരിയെയോ വിളിച്ച് അവരുടെ മതങ്ങളെ സംബന്ധിച്ച് ഇതുപോലൊരു ചോദ്യോത്തര സെഷനിലൂടെ സംഘടിപ്പിക്കുവാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്മ മാത്രം ചെയ്യുകയും അതിനായി ആയുഷ്കാലം മുഴുവൻ പാവപ്പെട്ടവർക്കും അശരണർക്കും നീക്കിവെച്ച മദർ തെരേസയെ പോലുള്ളവർ